നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് സാരി കാണാം. അതിനകത്ത് കുറേ ഫങ്ഷൻ വെയർ സാരിയുണ്ട്, പിന്നെ ഫങ്ഷൻ വെയർ ആയിട്ടും ഡെയിലി വെയർ ആയിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് സാരി. ആദ്യത്തെ സാരി ഇതാണേ, ഇതുണ്ട്, ഇങ്ങോട്ട് കാണിച്ച്. ഇങ്ങനൊരു സാരി. ഇതിൻ്റെ താഴത്തെ ബോർഡർ വരുമ്പോൾ ഇതാ ഇങ്ങനെ വരും താഴത്തെ ബോർഡർ. ഇനി അല്ലാതാക്കി വെച്ചു. ഈ മോഡൽ സാരി ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ളത് കേട്ടോ. ഭയങ്കര ഡിമാൻഡുള്ള സാരിയായിരുന്നു ഇത്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. കാരണം ഫങ്ഷൻ വെയർ ആയിട്ട് ഉപയോഗിക്കുക. ഇത് ഒരു കൈൻഡ് ഓഫ് ചന്തേരി സിൽക്കിൻ്റെ മെറ്റീരിയലാണ്. ഒരു ഗ്ലോ ഒക്കെ ഉണ്ട്, ഭയങ്കര സോഫ്റ്റാണ്. ഉണ്ടോ? ഇതാണ് ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ, ഒട്ടും സീത്രൂ ഒന്നുമല്ല. പിന്നെ മാംഗോ പ്രിൻ്റ്, ബ്ലാക്ക് വിത്ത് മെറൂൺ. ഇതിൻ്റെ മുന്താണി വന്നിട്ട് ഇത് എങ്ങനെ ഇരിക്കും. നല്ല ഫങ്ഷൻ മീൻസ് നമുക്ക് അത്യാവശ്യം വലിയ ഹെവി ആയിട്ടൊരു ഫങ്ഷൻ വെയർ ഞാൻ പറയുന്നില്ല, എന്നാലും ഒരു നല്ല ബ്ലൗസ് വന്നിട്ട് ഇങ്ങനെ ഇതുണ്ടോ. അതിനും ഉണ്ട് ഒരു ഗ്ലോ ഒക്കെയുള്ള ഒരു ടൈപ്പ് ബ്ലൗസ്. ഇങ്ങനെ ആ മാംഗോ പ്രിൻറ്റിനൊരു ഭയങ്കര ഭംഗിയാണ്. മെറ്റീരിയലിന് നല്ലൊരു മെറ്റീരിയലാണ്. ഒരു നല്ല വില കൂടുതൽ തോന്നിക്കുന്ന മതിപ്പ് വേറെ കേട്ടോ. ഞാൻ ഭയങ്കര മലയാള പണ്ഡിതയാണെന്നാണ് എൻ്റെ വിചാരം, അല്ലെങ്കിൽ എൻ്റെ ഭാവം. പക്ഷെ ചില സമയത്ത് ചില ഇടങ്ങളിൽ പ്രയോഗിക്കുന്ന വാക്കുകൾ കേട്ടാൽ ഞാൻ തന്നെ വില കൈവച്ചു മതിപ്പ് തോന്നിക്കും. കുറേ കൂടെ വില ഉള്ളതിനെ കഴിഞ്ഞും ഇരട്ടി വില ഉണ്ടെന്ന്. ഇരട്ടി അല്ലേലും ഇരട്ടിന്നൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ഇനി നിങ്ങളൊക്കെ സാരിയൊക്കെ എന്താ പറയുന്നത് വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ എല്ലാത്തിനും രണ്ടുണ്ടല്ലോ അഭിപ്രായം, അത് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. പക്ഷെ നല്ല വില മതിപ്പുള്ള സാരികളുടെ തോന്നിക്കുന്ന ഒരു സാരി ഉണ്ടോ. ഈ മുന്താണിയും അതും ഇതും എല്ലാം കൂടെ, ആ മുന്താണിയുടെ ആണെങ്കിലും ഡിസൈനും നല്ലതാണ്. ബ്ലൗസ് പ്ലെയിൻ വന്നിട്ട് ഈ മെറൂണ്, പ്ലെയിൻ വന്നിട്ട് ഈ ഒരു ബോർഡർ കയ്യേൽ 1350 രൂപ. അതിൻ്റെ ഈ ഒരു സാധനത്തിൻ്റെ തന്നെ 3 കളറുണ്ട്. അതിപ്പോൾ ബ്ലാക്ക്, ഇത് നേവി ബ്ലൂ. ഇതിപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഈ സാരിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇത് കാണിച്ചപ്പോഴത്തെ ഒരു ഡിമാൻഡിൻ്റെ ഒരു കാര്യം ഓർത്തിട്ട് ഞാൻ പറയാം. നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സാരി വാങ്ങിക്കണ്ടെങ്കിലും ചുമ്മാ സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നിട്ട് ഫസ്റ്റ് പ്രയോറിറ്റി ഏത് സാരിയാണോ അത് അയക്കുക. അത് കിട്ടിയില്ലെങ്കിൽ അടുത്ത പ്രയോറിറ്റി നോക്കുക. അങ്ങനെയാണ് ചെയ്യാവുള്ളേ. കാരണം ഭയങ്കരമായിട്ടുള്ള സ്റ്റോക്ക് ഇല്ല ഇതിന്. നേവി ബ്ലൂ സെയിം, ഒരു വ്യത്യാസവും ഇല്ല. സെയിം സാരി നേവി ബ്ലൂ. താഴത്തെ ബോർഡർ ഇങ്ങനെ ഇരിക്കും. താഴത്തെ ബോർഡർ കാണാമോ? മുന്താണി വന്നിട്ട് ഇങ്ങനെ ഇരിക്കും. മുന്താണി എല്ലാത്തിൻ്റെയും അതിൻ്റെയും എല്ലാം മെറൂൺ തന്നെയാണ്. ബ്ലൗസും മെറൂൺ. നല്ലൊരു സൈസ് ഡാർക്ക് മെറൂണാണ്. അപ്പം ഇവിടെ ബ്ലാക്ക് വന്നിട്ട് നല്ല ഡാർക്ക് മെറൂൺ ബ്ലൗസും, ആ ബ്ലൗസിൻ്റെ അറ്റത്ത് ചെറിയൊരു ഗോൾഡൻ സെറിയൊക്കെ വന്നു കഴിയുമ്പോൾ ഒരു ലുക്കുണ്ട് അതിന്. പിന്നെ നമ്മുടെ കയ്യിലാണ് ബാക്കി കാര്യങ്ങൾ. അതിനെ എങ്ങനെ ഉടുക്കണം, ഏത് രീതിക്ക് ഉടുക്കണം, ബോഡി ഷേപ്പിനനുസരിച്ച് ഏത് രീതിക്ക് ഉള്ള സാധനങ്ങൾ ഉപയോഗിക്കണം. ഇനി അതിൻ്റെ മെറൂൺ കളർ എങ്ങോട്ട് കാണിക്കാമോ ഈ സാരി? ഇങ്ങോട്ടൊന്ന് ഉണ്ടോ? ഈ സ്റ്റഫിന് നോക്ക് നിങ്ങൾ. നല്ല വിലയുള്ള സാരിയുടെ ഒരു ഗ്ലോസിനെസ് കണ്ടോ? ഭയങ്കരമായിട്ടൊരു നല്ല ഗ്ലോ ഉണ്ട് ആ സാരിക്ക്. പിന്നെ ഈ ഒരു കൈൻഡ് ഓഫ് മെറ്റീരിയൽ ഇങ്ങനെ ഒരു ഇതിപ്പോൾ മറിച്ചല്ലേ? അതെ അല്ലേ? ഇത് പുറം വശമാണ്. എന്തിനാ ഇവരിങ്ങനെ ഫോൾഡ് ചെയ്യുന്നപ്പാ? എന്നെപ്പോലെയുള്ള പാവം മനുഷ്യരെ കഷ്ടപ്പെടുത്ത്. ഞാൻ പാവമാണെന്ന് ആര് പറഞ്ഞല്ലേ? ആണെന്ന് പറ. അല്ലേ പോയി സഹിക്ക്. കണ്ടോ? ഇതാണ് നല്ല വശമേ. ഇത് താഴത്തെ ബോർഡർ, മുന്താണി ഉണ്ടോ? മുന്താണി കാണിച്ചില്ല. ദിസ് ഈസ് മുന്താണി കണ്ടോ? നല്ലതാണ് കേട്ടോ. മൂന്നും
3 കളർ കോമ്പിനേഷൻസും നല്ലതാണ്. നേവി ബ്ലൂ നല്ലതാണ്, ബ്ലാക്ക് നല്ലതാണ്, ഈ ഒരു മെറൂൺ ഡാർക്ക് മെറൂണും നല്ലതാണ്. ഡാർക്ക് മെറൂണാണ് കേട്ടോ. ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ട് ഇത് ഈ ബ്ലൗസിനൊക്കെ ആ ഒരു ഗ്ലോ ഉള്ള ഒരു മെറ്റീരിയലാണ്. ഇത് ഡ്രൈ വാഷ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഫസ്റ്റ് വാഷ് എങ്കിലും മിനിമം ഡ്രൈ വാഷ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി ആ മോഡൽ വരുന്ന മെറ്റീരിയൽ കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സാരി. ഇത് ചന്തേരിയുടെ തന്നെ, അത് ചന്തേരി പിന്നെ കുറച്ച് എന്തോ ഒരു പ്രിൻറ്റഡ് സിൽക്കിൻ്റെ ഒക്കെ ഒരു എല്ലാം കൂടെ കൂടി ഒരു സങ്കരമായിട്ടുള്ള ഒരു ഇതാണ് ഇത്. പക്ഷേ ചന്തേരിയുടെ അതേ മെറ്റീരിയലാണ്. കാഴ്ചയിൽ ഈ കറുപ്പും ചുവപ്പും സാമ്യം തോന്നുന്നേ ഉള്ളൂ. മെറ്റീരിയൽ തമ്മിൽ ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ട്. അത് കുറച്ചും കൂടി സ്മൂത്തായിട്ട് തോന്നുന്നുണ്ട്. ഇത് സ്മൂത്ത് തന്നെ കേട്ടോ, ഒട്ടും ഇതല്ല. ഇത് കണ്ടോ, ഇതും മുന്താണി കാണാവോ, ബോഡി. ഇത് ഓർമ്മയുണ്ടായിരിക്കും പലർക്കും ഈ സാരി. ഭയങ്കര നമുക്ക് ഒത്തിരി ആൾക്കാർക്ക് വേണമെന്ന് പറഞ്ഞ സാരി ഇത്. ഇത് 1300, സെയിം റേറ്റ് തന്നെ. ഇതിൻ്റെ 2 കൂടി ഉണ്ടല്ലോ, 2 കൂടി ഉണ്ട്. ഒരു ഇച്ചിരി വീതി ബോർഡർ വരുന്നത്. ഇതിൻ്റെ ഇത് കണ്ടോ, ഇതാണ് താഴത്തെ ബോർഡർ. മുന്താണി വന്നിട്ട് ഇങ്ങനെ ഇത്രയേ ഉള്ളൂ. ഇത് എന്താ പറയുക, ഈ ഒരു ഷേപ്പിൽ പോകുന്ന ഇത്. അപ്പോൾ ഈ സ്ക്രീൻഷോട്ട് എടുക്കുന്ന കാര്യം ഞാൻ മുമ്പേ പറഞ്ഞില്ലേ. അതിൻ്റെ വേറെ കളർ ഉണ്ടായിരുന്നു. അത് ഇങ്ങോട്ട്, ഇത് 2 സെയിം ആണോ? അതെ. ഇത് തന്നെ റിപ്പീറ്റ് എടുത്ത് വെച്ചിരിക്കുന്നത്. അത് മാറിപ്പോയതാ. മുന്താണി നോക്കിയേ, സെയിം. അപ്പോൾ അത് വേണ്ട, മറ്റേതാ ആ 2. ഇനി ഇത് ആ സെയിം മെറ്റീരിയൽ തന്നെ പ്രിൻറ്റിലുള്ള വ്യത്യാസമേ ഉള്ളൂ. ഇതെല്ലാം പ്രിൻറ്റിലാണ് വ്യത്യാസം. ആദ്യം കാണിച്ചതിൻ്റെ മെറ്റീരിയലുമായിട്ട് ഒരു ചെറിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ മൈന്യൂട്ട്, വളരെ സൂക്ഷിച്ചൊക്കെ നോക്കുമ്പോൾ മെറ്റീരിയൽ തമ്മിലൊരു വ്യത്യാസം ഫീൽ ചെയ്യാം. ഉണ്ടോ? ഇതാണ് ഇങ്ങോട്ട് കാണിച്ച്. ഇതിനെന്ന് പറയുമ്പോൾ ബോർഡർ വരുമ്പോൾ കോൺട്രാസ്റ്റ് വരുന്നില്ല കേട്ടോ. അതേ സെയിം തന്നെ ബോർഡറല്ല, സോറി, മുന്താണി. ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയ്ക്കകത്ത് എന്തിനോ നിന്ന് പറയാം, ബോർഡർ തന്നെ നിന്ന് പറയാം. ബോർഡറിനെ പറ്റിയല്ല പറഞ്ഞത്, വേറെ എന്തോ കാര്യം. ഞാൻ ബോർഡർ എന്നാണ് പറയുന്നത്. നിങ്ങൾ ആരും ശ്രദ്ധിച്ചു കാണിയല്ല. ചിലപ്പോൾ ശ്രദ്ധിച്ചു കാണും, ചിലർ ചിരിച്ചു കാണും. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചു, ഞാൻ എല്ലാവരോടും പറയുകയും ചെയ്തു കേട്ടോ. ഇത് മുകളിലത്തെ ബോർഡർ, താഴത്തെ ബോർഡർ. ഇത് വലിയ വീതിക്കുള്ള ബോർഡറല്ല, അതിൻ്റെ ആ ബോഡിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. നല്ലൊരു ഡിസൈൻ, നല്ലൊരു സൂപ്പറായിട്ടൊരു ഒരു ഡിസൈനാണ് ഇതിന്. എല്ലാത്തിനും അതെ, ഒന്നിൻ്റെ മോശം പറയാനില്ല. ശരീരത്തോട് നല്ല ഇഴുകി ചേർന്ന് കിടക്കുകയും ചെയ്യും. നല്ല സുഖമാണ്. ഇതെല്ലാം ഇപ്പം കാണിച്ച ഇത്രയും സാരികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. നല്ല സുഖമാണ് ധരിക്കാനും കൊണ്ടുപോകണം. നമുക്ക് ചൂടത്ത് പോകാനോ ചൂടുള്ളിടത്ത് പോയി നിൽക്കാനോ, എന്നാലും ഒട്ടും ഗമയ്ക്ക് കുറയത്തുമില്ല. ഇനി ഇതിൻ്റെ തന്നെ വീതി ബോർഡർ, ഇച്ചിരി കൂടെ വീതി ബോർഡർ വരുന്നത്. ഈ മോഡൽ ഇന്ന് സാരി നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ഇതിൻ്റെ മുന്താണിക്ക് വ്യത്യാസമുണ്ട്. നല്ല ഫങ്ഷൻ വെയർ സാരിയാണ്, ഒരു വെറൈറ്റി ആയിട്ടുള്ള ഫങ്ഷൻ വെയർ സാരി. വെറൈറ്റിന്ന് ഭയങ്കരമായിട്ട് അവകാശപ്പെടുന്നില്ല, പക്ഷെ നല്ല സാരിയല്ലേ. നോക്ക്, ഇത് ക്രേപ്പ് ബ്യൂട്ടി എന്ന് എഴുതി വെച്ചിരിക്കുന്നു. ക്രേപ്പാണോ ഇത്? ക്രേപ്പൊന്നുമല്ല, ഇത് ചന്തേരി. അത് വേറെ എന്തിൻ്റെയോ അങ്ങനെ എഴുതി വെക്കുന്ന കേട്ടോ. ഇതൊക്കെ ഇങ്ങനത്തെ ഒരു അച്ചടിയൊക്കെ വരും ഇത്തരം. മുന്താണി കണ്ടോ, നല്ല മുന്താണിയല്ലേ. ഫങ്ഷൻ വെയർ ആയിട്ട് നല്ലതായിട്ട് പറ്റുന്ന ഒരു സാരിയാണ്. ബ്ലൗസ് വന്നിട്ട് കോൺട്രാസ്റ്റ് ബ്ലൗസ്, റെഡല്ല മെറൂണ്, റെഡിഷ് മെറൂൺ എന്ന് പറയാം. ഇതാണ് ബ്ലൗസ്. ബ്ലൗസിൻ്റെ അറ്റത്ത് ഉണ്ടോ, ഇതാ ബ്ലൗസ്. നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അത് നമ്മളൊന്ന് ഓർത്തു. ഇത് ഇവിടെ വന്നിട്ട് ഇവിടെ ബ്ലൗസ് വന്നിട്ട് ആ ബ്ലൗസിൻ്റെ അടുത്ത് ആ ബോർഡറും എല്ലാം ആയിട്ട് ഒരു ലുക്ക്. ഇനി ഇതിൻ്റെ നേരെ തിരിഞ്ഞ് ബ്ലാക്കും മെറൂണും ബ്ലാക്കും.
ഉണ്ടോ, നല്ല ഭയങ്കര സോഫ്റ്റാണ്, നല്ല സുഖമാണ്. ഈ പട്ടയെ പിടിക്കുന്ന കാഞ്ചീപുരം പട്ടയിലൊക്കെ പിടിക്കുന്ന അതേ ഒരു സുഖമാണ് നമുക്ക് ഇത് പിടിക്കുമ്പോഴും കിട്ടുന്നത്. ശരീരത്തിന് അത്രയും സുഖമാണ്. എന്നാൽ ഒട്ടും ഹെവിയുമല്ല, നല്ല സോഫ്റ്റുമാണ്. വില നോക്കിയിട്ട് ഇട്ടാൽ മതി. ഇത് സെയിം റേറ്റ് ആണോ എന്ന് അറിയത്തില്ല, ഇതിന് വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു, അതിന് മറ്റേതുമായിട്ട് അറിയത്തില്ല, ചിലപ്പോൾ ആയിരിക്കും. മുന്താണി വന്നിട്ട് ദേ ഇങ്ങനെ വരും. ഉണ്ടോ, മുന്താണി കാണിച്ച്. നല്ല ഭംഗിയാണ് കേട്ടോ. ഇനി നമുക്ക് ഒരു സാരി ടൂർ പോവാം. എനിക്ക് അങ്ങനെ പറയാനാണ് എനിക്ക് തോന്നുന്നത്, സാരികളുടെ ടൂറിലേക്ക് പോവാം. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട സാരിയാണ് നമ്മുടെ ബനാറസി സാരികൾ. ബനാറസി വിസ്കോസ് ബനാറസി എന്ന് ഞാൻ പറയുന്നില്ല, വിസ്കോസിൻ്റെ തന്നെ മെറ്റീരിയലാണ്. പക്ഷെ നിങ്ങൾ ഇത്രയും ദിവസം കണ്ടതിൽ നിന്നും വ്യത്യസ്തപ്പെട്ടുള്ള മെറ്റീരിയലാണ്. ഇതൊരു ആൻറ്റിക് ടച്ച് തരുന്ന രീതിക്കുള്ള ഗെറ്റപ്പിൽ നമ്മൾ ഉപയോഗിക്കേണ്ടതാണെന്നാണ് ഞാൻ പറയുന്നതും. ഇത് ശരിക്കും കണ്ടാൽ അങ്ങനെ മനസ്സിലാകും നമുക്ക് ഇതിൻ്റെ ആ ഒരു വീവിങ്. ഇവിടുത്തെ നമ്മൾ സാധാരണ കാണുന്ന ഇവിടെയൊക്കെ ഒരു തിളക്കം കാര്യങ്ങളല്ലേ, ഇതൊരു ആൻറ്റിക് ടച്ചാണ്. ഇതിനൊക്കെ തിളക്കമല്ല, ആ ഒരു ഭംഗിയാണ് അതിൻ്റെ ബ്യൂട്ടി. നല്ലതുണ്ടോ, മേത്തോട്ടങ്ങ് ചേർന്ന് കിടക്കും. എന്നാൽ മെലിഞ്ഞവർക്ക് സ്ലിം ആയിട്ടിരിക്കുന്നവർക്ക് ഒട്ടും കൊള്ളുകയില്ലെന്നല്ല, സ്ലിം ആയിട്ടിരിക്കുന്നവർക്ക് നല്ലതായിട്ട് നല്ല ബോഡി ഷേപ്പും കാര്യങ്ങളും എല്ലാം തോന്നിക്കും. അങ്ങനത്തെ ഒരു നല്ല സാരി. ഇത് നേവി ബ്ലൂ, ഇത് വാടാമുല്ലയുടെ ഒരു ഷെയ്ഡ്. മുന്താണി വന്നിട്ട് ഇങ്ങനെ. ഇനി ബ്ലൗസ് വിസ്കോസിൻ്റെ തന്നെ മെറ്റീരിയലാണ് കേട്ടോ, വിസ്കോസിൻ്റെ തന്നെ മെറ്റീരിയലാണ്, ഒരു വ്യത്യാസവും ഇല്ല. പിന്നെ അതിൻ്റെ ആ ഗ്ലോയിനെസ് ഇല്ലേ, അതില്ലെന്നേ ഉള്ളൂ. ഇങ്ങനെയുണ്ടോ, ഇതാണ് ബ്ലൗസ്. ഭയങ്കര രസമാണ് കാണാനായിട്ട് ആ ബ്ലൗസിന് ആ ഒരു ടച്ചും. ഇപ്പം സാരികൾ, ഇങ്ങനത്തെ ഫങ്ഷൻ വെയർ സാരികൾ ഒത്തിരി ഇങ്ങനെ തെറിച്ച് നിൽക്കുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ എടുത്തു നിൽക്കുന്ന, ഭയങ്കര തിളക്കം, അങ്ങനെയൊന്നും നമുക്ക് താല്പര്യമില്ല എങ്കിൽ, പക്ഷേ നമുക്ക് നല്ലൊരു ഫങ്ഷൻ വെയർ സാരി വേണമെങ്കിൽ ഇങ്ങനത്തെ സാരികളൊക്കെ ചൂസ് ചെയ്യാം. കാരണം ഭയങ്കര ഒരു അങ്ങനത്തെ ലുക്ക് തരുന്ന ഒരു സാരിയാണ്. ആ ഒരു ഇങ്ങനത്തെ സാരികൾ ഇപ്പോൾ പല ഇതിറങ്ങുന്നുണ്ട്. നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്, ഉടുക്കാനോ കൊണ്ട് നടക്കാനോ. ഒരു സാരി ഡ്രേപ്പിംഗ് അറിയത്തില്ലാത്ത ആർക്ക് വേണമെങ്കിലും ഉടുത്തും വയ്ക്കാം, എങ്ങനെ വെച്ചാലും ഇത് ഉപയോഗിക്കാം. വൺ ഫ്ലെയർ ആയിട്ടോ പ്ലീറ്റ്സ് ഇട്ടോ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കുകയും ചെയ്യാം. പിന്നെ നമ്മുടെ ബോഡിക്കും നല്ല കംഫർട്ടാണ്. വണ്ണമുള്ളവർക്കാണെങ്കിലും മെലിഞ്ഞവർക്കാണെങ്കിലും ഒക്കെ ഉപയോഗിക്കാം. നല്ല കളർ കോമ്പിനേഷൻസും. 2200 രൂപ. അതിൻ്റെ ബ്ലൗസ് ഞാൻ കാണിച്ചില്ലല്ലോ. കാണിച്ചു അല്ലേ. അടുത്ത സാരി ഇത്. ഇതിന് ബ്ലൗസിനൊരു ചെറിയ വ്യത്യാസമുണ്ട്. ഇതിപ്പോൾ നേവി ബ്ലൂ ബോർഡർ. ഇതിങ്ങനെ തിളങ്ങിയല്ല നിൽക്കുന്നത്. മറ്റേന്ന് പറഞ്ഞാൽ ഒരു തിളക്കമല്ലായിരുന്നോ, ഇത് തിളക്കമല്ല. ഇങ്ങനെ അങ്ങനത്തെ നൂലിട്ടാണ് ഇത് വീവ് ചെയ്തിരിക്കുന്നത്. നല്ല ഗെറ്റപ്പ് തരുന്ന സാരിയാണ് ഇത്. മുന്താണി ഉണ്ടോ, ഇന്നലെ സാരി മേടിച്ചവർ എന്നോട് വഴക്കുണ്ടാക്കുമായിരിക്കും. എനിക്ക് അങ്ങനത്തെ മെസ്സേജൊക്കെ പേഴ്സണലി വരാറുണ്ട്. വിദ്യ എന്നെ പരിപാടിയൊക്കെ കാണിച്ചേ, ഇന്നലെ ഞാൻ ആ സാരി മേടിച്ചു കഴിഞ്ഞപ്പോൾ അതിലും നല്ല സാരി പിറ്റേ ദിവസം കാണിക്കുമോ പറഞ്ഞ്. അങ്ങനെ നമ്മൾ നോക്കുന്നില്ല. നമ്മൾ ഇപ്പം ഒരാഴ്ചയുണ്ട്, ഒരു 3 ദിവസത്തേന് 4 ദിവസത്തിനുള്ള വീഡിയോ കാണിക്കാനുള്ളതിനെ ഓൾറെഡി ഫിക്സ്ഡ് ആക്കി അങ്ങ് വെക്കുക ചെയ്യുന്നത്. ഏത് കാണിച്ചു ഏത് കാണിച്ചില്ല റിപ്പീറ്റഡ് ആയിട്ട് കാണിക്കാതെ. ഇതാണ് ബ്ലൗസ് കേട്ടോ, നല്ലൊരു ബ്ലൗസും. ഇതെല്ലാം വീവിങ് ആട്ടോ, നൂലൊന്നും കറുത്ത് പോകുന്നോ അങ്ങനൊന്നും അല്ല. ഭയങ്കര ഒരു ടച്ചാണ്. എന്നിട്ട് ആ രീതിക്കുള്ള നമ്മൾ ഓർണമെൻറ്റ്സും കൂടെയൊക്കെ ഇടണം, ഭയങ്കര രസമായിരിക്കും. കല്യാണങ്ങളൊക്കെ ഈ ഫങ്ഷനുകളൊക്കെ ഉണ്ടെങ്കിൽ. ഇനി നമ്മുടെ ബനാറസി വിസ്കോസ് എന്ന് ഞാൻ പറയുന്നില്ല, ബനാറസി സാരി. റേറ്റുള്ള സാരിയാണ്, പേസ്റ്റൽ ഷെയ്ഡാണ്, സൂപ്പർ ഡ്യൂപ്പറാണ്. ഞാനിങ്ങനെ പറയുമ്പോൾ ഓർക്കുവേ, എല്ലാവരും ഓർക്കുക എല്ലാ സാരി എടുത്തിച്ച് സൂപ്പർ ഡ്യൂപ്പറാന്ന് പറയുന്നത് എന്താന്ന് ഓർക്കരുത്. അതല്ലേ ഞാൻ കാണിക്കുന്നത്, കണ്ടിട്ട് അറിയത്തില്ലേ അല്ലേ. നല്ലല്ലേ, നല്ല പേസ്റ്റൽ ഷെയ്ഡ്. ഇതൊക്കെയാണ് സാരികളല്ലേ, എന്നാ രസമല്ലേ. ഈ ഒരു സിൽവർ സെറി ബോഡിക്ക് ഫുൾ അങ്ങനെ. ഇത് വന്നിട്ട് ഒരു ലൈറ്റ് പിങ്ക് റോസ് ഷെയ്ഡില്ലേ, ലൈറ്റ് റോസ് അല്ലെങ്കിൽ
ഒനിയൻ്റെ ഒക്കെ ഉള്ളിലേക്ക് പോകുന്ന ഒരു ഷെയ്ഡ്, എന്തോ ഒരു പിങ്കിൻ്റെ ഒരു ഷെയ്ഡാണ്. റോസൊക്കെ ഇല്ലേ നമ്മൾക്ക് ഒരു സൈസ്, എനിക്കിത് കാണുമ്പം ഒരു റോസാപ്പൂ ഓർമ്മ വരുന്നു. എൻ്റെ അമ്മ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു, നിറച്ചും ഇങ്ങനെ ഒരു കൊലയായിട്ട് വലിയ റോസാപ്പൂക്കൾ, ഈ കളറിൽ, അത് ഓർമ്മ വരുന്നത്. അങ്ങനെ ഇരിക്കും. ഈ ഒരു സെറിയും കൂടെയാണ് നമുക്ക് ഭയങ്കരമായിട്ട് ലുക്ക് തരുന്ന സാധനം. അതിനെപ്പറ്റി ഞാൻ അധികം വിശദീകരിക്കേണ്ട കാര്യമില്ല, കാരണം എല്ലാവർക്കും അറിയാം ഇങ്ങനത്തെ സാരി ഇപ്പം മുന്താണി വന്നിട്ട് ഇങ്ങനെ വരും. ആ ഒരു സിൽവർന്ന് പറയാം അല്ലേ, സിൽവർന്ന് ബ്ലൗസ് അത് തന്നെ ഉണ്ടോ, ആ ഒരു ഉണ്ടോ നമ്മുടെ ബ്രൈഡിനൊക്കെ ഉടുക്കുന്ന പോലത്തെ അല്ലേ. ബ്ലൗസിനൊരു ബോർഡറും ഉണ്ട് കയ്യിൽ, ആ ഒരു സംഭവങ്ങളും കൂടെ കൂടി ആ മുന്താണി തന്നെ ബ്ലൗസായിട്ട് വരും. നിങ്ങളത് ഞാനിത് ഇമാജിൻ ചെയ്യുക ശരിക്കും പറഞ്ഞാൽ അത് ഉടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും. ആ ബ്ലൗസിന് മൊത്തത്തിലുണ്ടല്ലോ ഇതുണ്ടോ, ഇത് മൊത്തത്തിലൊരു ഗ്ലോയാണ്, ഒരു എന്നാ പറയുന്നത്, നമ്മൾ വർക്ക് ചെയ്തെടുത്ത പോലെ. നമ്മൾ ഇങ്ങനെ ബ്ലൗസിലൊക്കെ നമ്മൾ ഈ സിൽവറിൻ്റെ ഇതുകൊണ്ട് ബീഡ്സ് വർക്കൊക്കെ ചെയ്തെടുത്ത പോലെ അങ്ങനെ ഒരു ഗ്ലോയാണ് അത് ഫുള്ള്. എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല, ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ എന്നെക്കൊണ്ട് പറ്റുന്നില്ല, അതിന് വാക്കുകൾക്ക് അതീതമാണെന്ന് പറഞ്ഞ പോലെ. ചില സംഭവങ്ങൾ എനിക്കത് മനസ്സിലുണ്ട്, ഇതിങ്ങനെയാണ് ഇരിക്കും അങ്ങനെ ഇരിക്കുമെന്ന്, പക്ഷേ നമുക്ക് വരച്ച് കാട്ടാൻ പറ്റത്തില്ലല്ലോ. വിലയുണ്ട് 2780 രൂപ. കറുപ്പിനഴക്, ഈ കറുപ്പിൻ്റെ അഴക് സെയിമാണ്, ആ സാരി തന്നെ സെയിമാണ്. കറുപ്പ് അടുത്ത അതിൻ്റെ 4 കളേഴ്സാണ് ഇപ്പോൾ ഉള്ളത്. ആ ഒരു റോസ് കളറ്. ഇനി ഇതെന്നാന്നറിയോ, ഞാൻ വിടുക, കാരണം മുന്താണി തന്നെയാണ് ബ്ലൗസും. ഓക്കെ, കറുപ്പ് കൂട്ടിയുള്ള പാട്ടൊക്കെ വരുമോ എനിക്ക്. മുന്താണി ദേ അടിപൊളിയല്ലേ. ആ ഒരു ലുക്കിനെ പറ്റി എൻ്റെ മനസ്സിലുണ്ട്, അതുപോലെ തന്നെ മനസ്സിലാകുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് അത് മനസ്സിലാകുമല്ലോ എന്ന് ഞാൻ ഓർക്കുക. ഇതാണ് ബ്ലൗസ്. ബ്ലൗസിൻ്റെ അറ്റത്ത് ഈ ഒരു ഗോൾഡൻ ബോർഡർ, ഇതൊക്കെ ഇട്ടിട്ടേ നല്ല ബ്ലാക്ക് മെറ്റലിൻ്റെ ഓർണമെൻറ്റ്സ് കൂടെ ഇടണം. ഭയങ്കര രസം, നമുക്ക് ആ ഒരു ആൻറ്റിക് ടച്ച് കിട്ടുന്ന ആ ഒരു സാധനമാണ് അത്. എന്നാ രസമായിരിക്കുന്നല്ലോ, നല്ല നെക്ലെസ്സും കമ്മലും ഒക്കെ അങ്ങനത്തെ ഇടണം. മുന്താണി ഇങ്ങനെ, ആ മുന്താണിയുടെയൊക്കെ നമ്മുടെ ഇങ്ങനത്തെ ഈ അവാർഡ് നൈറ്റൊക്കെ കാണുമ്പോഴത്തേനും എൻ്റെ മുഖം അങ്ങോട്ട് ചളിച്ചിരിക്കുന്നത്. അതിപ്പോൾ ഞാൻ എന്തോ ചെയ്യാൻ, ആ ബ്ലൗസും അറ്റത്ത് പിടിപ്പിച്ചോ ഞാനല്ലല്ലോ. കോമഡി അല്ല. ഇപ്പം കണ്ട ഇതിനെന്നാന്ന് ഈ കളർ പറയുന്നേ, എന്നാ കദളിപ്പൂ അവാർഡ് നൈറ്റോ? അറ്റന്ന് പോയെന്ന്. അവാർഡ് നൈറ്റിനൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മുടെ സെലിബ്രിറ്റീസൊക്കെ കൊടുത്തുകൊണ്ട് വരികയല്ലേ, അത് സാധനമാണ് ഇത്. ആ സാധനം അവരെടുക്കുന്നതെന്ന് പറഞ്ഞല്ല, അത് കണ്ടിട്ടില്ലേ 1 പ്ലെയർ ആയിട്ടൊക്കെ ഇട്ടേക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം, ഞാനിപ്പോൾ ആരെ കണ്ടാലും സാരി നോട്ടമാണ്. എനിക്ക് പണ്ട് ഇത്രയും വലിയ രോഗമില്ലായിരുന്നു. അവർ സാരി, അപ്പോൾ ഞാൻ അയ്യോ നമ്മുടെ സാരി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. ഇത് ലാവണ്ടറിൻ്റെ ഒരു ഷെയ്ഡ് കേട്ടോ, ഈ സിൽവർ സെറിയൊക്കെ ആയിട്ട്. മുന്താണിയും കൂടെ കാണിക്കാവേ. മുന്താണിക്ക് ഇത് വന്നിട്ട് ബ്ലൗസ് അത് തന്നെയാണ്, മുന്താണി തന്നെയാണ് ബ്ലൗസ്, ഇത് തന്നെ ബ്ലൗസും കണ്ടോ. ബ്ലൗസിന് ബോർഡർ ഉണ്ടേ, ഈ ചുമ്മാ ഇതല്ല, ബ്ലൗസിന് ബോർഡറും കൂടെയുണ്ട്. അപ്പം ഭയങ്കര ഒരു ഭംഗിയാണ്. പ്ലെയിനായിട്ട് ആ ഒരു ഇത് വരുന്നതല്ല, ബ്ലൗസിന് ബോർഡർ ഉണ്ട്. നേവി ബ്ലൂ, ഏത് കളർ അതിനകത്ത് നല്ലതെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റത്തില്ല. പിന്നെ ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടമുള്ളവർ ആ ലൈറ്റ് പേസ്റ്റൽ ഷെയ്ഡ് എടുക്കുക. ഇച്ചിരി ഡാർക്ക് ഫങ്ഷനൊക്കെ കൂടുതൽ ചിലർക്ക് ഇപ്പോൾ എല്ലാം മാറി വരുന്നുണ്ട്. എന്താ ഇതിപ്പോൾ വന്നിട്ടൊരു
കോപ്പർ സെറി പോലുണ്ട്, നല്ല ഭംഗിയല്ലേ. ഫുള്ള് ബോഡി ബുട്ടായിട്ട് കോപ്പറിൻ്റെ ബുട്ട. അപ്പോൾ അല്ലാത്തവർ ഡാർക്ക് ഷെയ്ഡ് എടുക്കുക. ഉണ്ടോ, ഇതാണ് മുന്താണി. ഇതിന് ബ്ലൗസ് പ്ലെയിൻ ആട്ടോ, പ്ലെയിൻ വന്നിട്ട് ആ ഒരു ബോർഡർ. എല്ലാം സെയിം റേറ്റ്, 2800 മേളിൽ എഴുതിയിട്ടുണ്ടല്ലോ അല്ലേ, 2790. കണ്ണുപിടിക്കുന്നില്ല, കണ്ണുപിടിക്കാത്തൊരു തെറ്റാണോ അല്ലേ? ഇപ്പോൾ 12 വയസ്സുള്ള കൊച്ചിന് വരെ കണ്ണുപിടിക്കുന്നില്ല, പിന്നെയാണോ ഈ യുവതിയായ എനിക്ക്? എന്നാ ഞാൻ യുവതിയല്ലേ? പിന്നെ എന്നാ അതൊന്നും വലിയ കാര്യമൊന്നുമല്ല. പണ്ട് എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, എന്നാ പറഞ്ഞാലും പറയും ഇച്ചിരി പ്രായക്കൂടുതലുണ്ട്, അന്നേരം പറഞ്ഞ പാമ്പും പഴകിയതാടാ നല്ലത്. പ്രായമുണ്ടെന്ന് പറഞ്ഞേ ഞങ്ങളുടെ കൂട്ടത്തിൽ വന്ന് വർത്താനം ഇങ്ങനെ വരുന്നൊക്കെ പറയുമ്പോൾ പാമ്പോടോ കളവാന്നൊക്കെ ഇങ്ങനെ നമ്മൾ കൂട്ടുകൂടുമ്പം പറയുമല്ലോ. ഈ പിള്ളേരുടെ ഇടയ്ക്ക് തനിക്ക് എന്നാ കാര്യം എന്നൊക്കെ പറയും. അങ്ങനെ പറയും പാമ്പും പഴകിയതാടേ നല്ലത് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഡയലോഗ് ഉണ്ട്. എൻ്റെ കയ്യെ വളയൊന്നും ഇല്ലേ? അയ്യോ, ഇപ്പോഴിതൊക്കെ നോക്കുന്നത്. ബിസിയാണ്, ഭയങ്കര ബിസി എന്ന് പറഞ്ഞാൽ പേരൊന്നും പറയല്ലോ. അയ്യോ, പേര് പറഞ്ഞാൽ സാധനം എന്നെ വിളിച്ച് ചീത്ത വിളിക്കാൻ തുടങ്ങും. ഇല്ലില്ല, ഞാൻ പിന്നെ ഇവരെന്നെ എന്നെ പിരികേറ്റിയ ഞാൻ രണ്ടെണ്ണം കേൾക്കണമല്ലോ. ഇതിന് കുശുമ്പത്തി എല്ലാത്തിനും പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാന്നറിയോ, ഈ തിരക്ക് അങ്ങോട്ട് കൂടിയിട്ടുണ്ടല്ലോ മനുഷ്യന്. എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു 2-3 ദിവസം ഇങ്ങനെ ഒന്നും അറിയാതിരിക്കണമെന്ന് വലിയൊരാഗ്രഹം. ഞാൻ വലിയ ആളുകളിച്ച് പറയുന്നല്ല കേട്ടോ, എന്നാന്ന് എനിക്കറിയത്തില്ല. എന്നതാണോ മടുക്കുന്നതൊന്നും പറയരുത് അല്ലേ, അങ്ങനെയൊന്നും പറയരുത്, നെഗറ്റീവ്സ് പറയരുത്. ഈ തിരക്കുകൾ ഒത്തിരി കൂടിക്കഴിയുമ്പോഴേ നമുക്കങ്ങോട്ട് നേരം വെളുത്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും ഒരു ഗ്യാപ്പില്ല. സത്യം പറഞ്ഞാൽ കൈക്കൊക്കെ ഇവിടെ വേദനയുണ്ടേ. ഈ കഴിഞ്ഞ ദിവസം ആക്സിഡൻറ്റ് ഉണ്ടായതിൻ്റെ ആ ഒരു ചെറിയ വേദനയൊക്കെ ഉണ്ട്. അതൊന്നും ഒരു ഡോക്ടറെ കാണാൻ പോകുമ്പോൾ നേരമില്ല, അതുകൊണ്ടങ്ങ് നടക്കും. എന്നിട്ട് വൈകിട്ട് കിടക്കും, വേദന എടുക്കുമ്പോൾ നാളെയെങ്കിലും ഡോക്ടറെ അടുത്ത് പോകണമെന്ന്. വലിയ ചെക്കപ്പൊക്കെ ചെയ്തു, കുഴപ്പമൊന്നുമില്ല, ഉള്ളിലോട്ടൊന്നും ഒരു പ്രശ്നവുമില്ല. പിന്നെ ആ ചതവിൻ്റെയൊക്കെ കുറച്ച് ദിവസം കിടക്കുമെന്ന് പറഞ്ഞു. എന്നാലും കൂടുതലായിട്ടൊക്കെ വേദനയൊക്കെ എടുക്കുമ്പോൾ ചിലപ്പം ഭയങ്കര ഒരു വിചാരം വരും. അതുപോലെ ചുമ, പനി വന്നിട്ട് ഇത്രയും ദിവസമായിട്ട് ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടായിരിക്കുമല്ലേ, എല്ലാവർക്കും ഉണ്ട്. ഞാൻ വർത്തമാനം പറയുമ്പോൾ നമ്മുടെ കടയിൽ കസ്റ്റമേഴ്സൊക്കെ വരുമ്പോൾ അവരൊക്കെ പറയും അയ്യോ അങ്ങനെയാന്നേ, അവർക്ക് ഇങ്ങനെയെന്നൊക്കെ പറയും. അപ്പോൾ നല്ല സാരികളല്ലായിരുന്നോ എല്ലാം. വേഗം പർച്ചേസ് ചെയ്തോ. പിന്നെ ഹോൾഡ് ചെയ്യത്തില്ല, ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഹോൾഡ് ചെയ്യത്തില്ല കേട്ടോ, ഒന്നും ഓർക്കരുത്. അക്കൗണ്ടിൽ ക്യാഷ് വരുന്നതാണ് നമ്മുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത്. ഹോൾഡ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. അങ്ങനെ അതൊരു ഈ സംഭവം റൺ ചെയ്ത് കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സംഭവമാണ്. ചിലർ പറഞ്ഞിട്ട് എത്ര വാക്ക് പറഞ്ഞെന്ന് പറഞ്ഞാലും മനുഷ്യർ അരമണിക്കൂർ കഴിയുമ്പോൾ മാറിക്കഴിഞ്ഞാൽ വേറെ നമ്മൾ കൊടുക്കാതെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സംബന്ധിക്കുമ്പോൾ അതൊരു ലോസാണ്. അതുകൊണ്ട് ഹോൾഡ് ചെയ്യത്തില്ല. പിന്നെ വാട്സപ്പ് വഴിയാണ് ബുക്കിങ്. വാട്സപ്പ് മെസ്സേജ് വഴിയാണ്, കോൾ വഴിയല്ല, വാട്സപ്പ് മെസ്സേജ് വഴിയാണ് ബുക്കിങ്. പിന്നെ ഈ ഓർഡർ എടുക്കാനിരിക്കുന്നത് ഞാനല്ല കേട്ടോ. ഒത്തിരി പേരുടെ വിചാരം ഞാനാണ് ഓർഡർ എടുക്കാനിരിക്കുന്നതെന്നാണ്. അപ്പം എൻ്റെ സ്റ്റാഫ് തന്നെ പറഞ്ഞു അതൊന്നും പറയണം, കാരണം ഞാനാന്ന് ഓർത്ത് പലരും സംസാരിക്കുന്നുണ്ട്, പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. എന്നാന്ന് ഞാൻ പറയാവേ, വലിയ ഡൗട്ടൊക്കെ ചോദിക്കും സാരിയെ പറ്റിയേ, ഒരു കുത്തുപറിയത്തില്ല. എന്നിട്ട് എനിക്കല്ലേ എല്ലാം അറിയത്തുള്ളൂ, ഇവർക്കറിയത്തില്ലല്ലോ, ചുമ്മാ അറിയുന്നത് കേട്ടോ. അതിന് ജാമ്യം എടുക്കാൻ വേണ്ടിയാണ് ഞാനല്ല ഇരിക്കുന്നതെന്ന് പറയണേന്ന്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.